ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. എല്ലാവരുടെ ആവശ്യം ഒന്നു മാത്രമായിരുന്നു: ദാമിനിക്ക് നീതി ലഭിക്കണം. ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. ദാമിനിക്ക് നീതി ലഭിക്കണം. ഇതാണ് പതിനായിരങ്ങൾ ഒറ്റസ്വരത്തിൽ പറയുന്നത്. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നേതാക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ചിലർ പറഞ്ഞു, कांग्रेस और बीजेपी में जिसमें रेप केस लगा है, हमारे नेताओं पे रेप केस लगा है, हम क्या एक्सपेक्ट कर सकते हैं दिल्ली पुलिस? आप अपने आप को सेफ महसूस करती हैं? बिल्कुल नहीं. आप यहाँ ज्यादा सेफ किसी और कंट्री में फील करोगे, अपनी कंट्री में आप सबसे ज्यादा डर फील करते हो. और आज अगर यही चीज शीला दीक्षित की बेटी के साथ हुआ होता तो सारा कुछ सॉल्व हो चुका होता. രണ്ട് സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ സുരക്ഷിതത്വമുള്ളൂ: ഷീലാ ദീക്ഷിതിനും സോണിയാഗാന്ധിക്കും. आप सिर्फ एक काम करो, शीला दीक्षित को यहाँ भेज दो, पब्लिक को देखे ना क्या कर रहे हैं, हम क्या कर रहे हैं. രാഷ്ട്രഭവനിലേക്ക് ജനം ഇരമ്പിക്കയറി. എന്തു ചെയ്യണമെന്നറിയാതെ പോലീസും നേതാക്കളും അന്തം വിട്ടു. ദാമിനിക്ക് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ പിന്മാറില്ലെന്ന് അവർ ഒറ്റസ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അതാണ്. പോലീസ് ബസ് പോലും അവർ കൈയടക്കി. പോലീസ് ബസ്സിൻ്റെ മുകളിൽ അവർ നൃത്തമാടി. അവർക്ക് ഒറ്റ ശബ്ദമേ ഉള്ളൂ. ഒരേ സ്വരത്തിൽ എല്ലാവരും പറയുന്നു: ദാമിനിക്ക് നീതി ലഭിക്കണം. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ ശിക്ഷിക്കണം. ഇനി ഒരു ദാമിനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.